മാനുഫാക്ചറിംഗ് ഡേറ്റ് കഴിഞ്ഞ സാധനം നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ? ഇപ്പോഴത്തെ കാലം ഞാൻ ഫാക്ട് ചെക്ക് ചെയ്യുന്ന ഒരു കാലമാണല്ലോ. നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നിൽക്കുന്നത് കക്കി റിസർവോയറിൻ്റെ അവിടെയായിട്ടാണ്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ വിഷയം. ഈ മുല്ലപ്പെരിയാർ ഡാം റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് ചാനലുകൾ, ഒരുപാട് വിഷയങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലവും ഈ നിൽക്കുന്ന ഈ കക്കി റിസർവോയറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അഡ്വക്കേറ്റ് റസൽ ജോയി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറയുന്നൊരു പ്രധാന കാര്യം, ഈ റിസർവോയറിൽ നിന്ന് വെള്ളം, അതായത് മുല്ലപ്പെരിയാറിനെ അപേക്ഷിച്ച് വെള്ളം കൂടുതൽ ഇവിടെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് വെള്ളം എടുത്തുകൊണ്ട് തമിഴ്നാട്ടിൽ പോവുകയാണെങ്കിൽ ഈ മുല്ലപ്പെരിയാറിൻ്റെ വിഷയം അവിടെ തീരാവുന്നതേ ഉള്ളൂ. എന്തായാലും വെള്ളം നമ്മുടെ അയൽക്കുമല്ലേ, വെള്ളം കൊടുക്കാമെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരെ സംസാരിക്കുന്നത്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മുല്ലപ്പെരിയാർ ഉടനെ തന്നെ ഡീകമ്മീഷൻ ചെയ്യേണ്ടത് ആധികാരികത ഉടനെ തന്നെ ഉണ്ട്. കാരണം ഒരു ഡാം പണിത് കഴിഞ്ഞാൽ അതിന് ഏകദേശം ഒരു 50 വർഷത്തെ ഗ്യാരണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ 50 വർഷം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 125ഓളം വർഷങ്ങൾ കഴിഞ്ഞു. ഈ വർഷങ്ങളിൽ എല്ലാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന ഒരേ ഒരു വിഷയമാണ് ഈ മുല്ലപ്പെരിയാർ. ഈ ചർച്ച ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയുള്ള സീസണും അല്ലെ വെള്ളപ്പൊക്കം വരുന്ന സീസണും മാത്രമാണ് ഈ മുല്ലപ്പെരിയാറിലെ എന്ന് പറയുന്ന ഈ ഡാമിനെ പറ്റിയും ഇതിനെ ചുറ്റിപ്പറ്റി കിടന്ന വരുന്ന ന്യൂസുകളും പുറത്തു വരുന്നതാണ്. അല്ലാത്ത സമയങ്ങളൊന്നും ഇത് ഒരു ചർച്ചാ വിഷയവുമല്ല, ആർക്കും ഇതിനെ പറ്റി ഒരു താല്പര്യമില്ല. അപ്പോൾ എന്തായാലും ഈ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ആ ജനങ്ങളുടെ കണ്ണിൽ, അതായത് ജീവന് യാതൊരു വിലയില്ല, പണത്തിനാണ് മൂല്യമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരാണ് ഇതിനകത്ത് ചുക്കാൻ പിടിക്കുന്നതാണ് നമ്മുടെ അഡ്വക്കേറ്റ് റസൽ ജോയി വ്യക്തമായിട്ട് പുള്ളിക്കാരൻ പറയുന്നത്. അതിനകത്ത് 1-2 കാര്യങ്ങൾ ചൂണ്ടിച്ചേർക്കുകയാണെങ്കിൽ, ഈ ഡാമിൻ്റെ അതായത് തുടക്കം മുതൽ, അതായത് അതിനകത്തിൽ നമ്മുടെ പണ്ട് കാലത്തുണ്ടായിരുന്ന രാജാവ് പറഞ്ഞതിൻ്റെ രക്തം കൊണ്ടാണ് ഈ ഒപ്പിടുന്നത്, അല്ലേ, രക്തം കൊണ്ടാണ് ഞാനിതിൽ സൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇത് സൈൻ ചെയ്തത്. അന്നത്തെ ആ ഒരു ദീർഘവീക്ഷണം ഇന്ന് ജനങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു രക്തത്തിൻ്റെ വില ഇനിയിപ്പോൾ നമ്മുടെ ജനങ്ങൾ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് ഒരു അയൽ സംസ്ഥാനത്ത്. കാരണം ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വലിയ ഭവിഷ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭീകരമായിരിക്കും. 30 40 50 ലക്ഷത്തിൽ പരം ആളുകൾ ഇപ്പം തന്നെ കണ്ടില്ല. വയനാടിൻ്റെ മണ്ണിൽ എന്തുമാത്രം ജനങ്ങളാണ് വാഷ് ഔട്ട് ചെയ്ത്, എത്ര പേരുണ്ടെന്നോ ഒന്നും ആർക്കും യാതൊരു കണക്കുമില്ല. അപ്പോൾ ഒരു ജീവിതകാലം മൊത്തം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സ്വത്തുക്കളെല്ലാം ഒരു രാത്രി കൊണ്ട് ഇല്ലാതാവുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വേദന, അത് വേദനിക്കുന്നവനെ വേദനയുടെ വിഷമം അറിയത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക ജനങ്ങൾ. നമ്മുടെ അതായത് പത്തനംതിട്ടയുടെ മണ്ണിൽ ഇപ്പോൾ തന്നെ നമ്മളിരിക്കുന്ന ഗവി റിസർവോയർ, അതായത് കക്കി റിസർവോയറിലാണ്. ഇവിടെ തന്നെ കണ്ടില്ലേ നമ്മുടെ മത്സ്യകൃഷി ചെയ്യുന്നു, അങ്ങനെ പല കൂട്ടം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി സാധ്യതകൾക്ക് ഒരുപാടുണ്ട്. KU ജനീഷ് കുമാർ MLA യുടെ നേതൃത്വത്തിലാണ് ഇത് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. ശരിയാണോ ഇല്ലേ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പറയാം. അപ്പോൾ നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആധികാരികമായിട്ട് പഠിക്കേണ്ടതും അതിന് ശക്തമായിട്ട് പ്രവർത്തിക്കേണ്ടതും, കണ്ണു തുറന്ന് അധികാരികൾ പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ഇല്ലെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അനുമാനം, ഈ കഴിഞ്ഞ 125 വർഷം ഇതിൻ്റെ ഡീകമ്മീഷൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടും വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതിനകത്തിലെ ഉന്നതത്തിലിരിക്കുന്ന അധികാരികൾ മൊത്തം പണത്തിന് വേണ്ടി മാത്രം കേരള ജനതയെ വിൽക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മുല്ലപ്പെരിയാർ പൊട്ടിയിട്ട് ഇവിടെ ജനങ്ങൾ വാഷ് ഔട്ടായി പോകണം, ചില നിഗൂഢ നീക്കങ്ങളാണോ എന്നും ഇത് നമുക്ക് ഡൗട്ട് അടിക്കേണ്ട ഒരു കാലമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ ഫാക്ട് ചെക്ക് ചെയ്യുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞ പല കാര്യങ്ങളും, അതായത് അന്ന് ഡാം പൊട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പ്രസംഗിച്ച ആൾക്കാരൊക്കെ ഇന്ന് ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഡാമിൻ്റെ സേഫ്റ്റിയെ പറ്റി ആശങ്കപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ റസൽ ജോയി എന്ന് പറയുന്ന വക്കീൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ വേദനിക്കുന്നു. അതായത് ശരിക്കും നമ്മളെല്ലാം ഉറ്റുനോക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. കാരണം ഉറ്റുനോക്കിയില്ല എങ്കിൽ നമ്മുടെ കൂടപ്പുറപ്പുകൾ ഓരോരുത്തരും നാളെ വാഷ് ഔട്ടായി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കടന്നു വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോകാം. നമ്മുടെ കക്കി റിസർവോയർ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുത്തതാണ്. കാരണം ഇവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാര്യം മുല്ലപ്പെരിയാറിനെ അപേക്ഷിച്ച് നമ്മുടെ കക്കി റിസർവോയറിലെ വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടുതൽ, കാര്യം ജലസംഭരണിയിലെ വെള്ളം കൂടുതലാണെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അപ്പോൾ എന്തായാലും പുള്ളി നല്ലൊരു ആശയത്തോടു കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അനുമാനം. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ കാണാം. സൈനിങ്.